ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കേരള ടെക് അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇത് പുതിയൊരു ക്ലാസ്സാണ് പവർ ഇലക്ട്രോണിക്സിൻ്റെ. അപ്പോൾ നമ്മൾ നിർത്തിയത് SCRഉം അതേപോലെ GTO അങ്ങനെ കുറച്ച് സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ട്രയാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ചെറുതായി ഒന്ന് വിട്ടുപോയ ഒരു സ്വിച്ചാണ് ഡയാക്ക് എന്ന് പറയുന്നത്. അതായത് ഡയോഡ് ഫോർ അൾട്ടർനേറ്റിംഗ് കറണ്ട്. ട്രയാക്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ ട്രയോഡ് ഫോർ അൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയാക്ക് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് എന്തായാലും ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ ഈ ഡയാഗ്രം കൂടിയും പഠിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനത്തോടു കൂടി നമ്മൾ ആ പ്രോബ്ലംസ് കൂടിയും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതുവരെ നമ്മൾ കവർ ചെയ്ത കുറച്ച് ടോപ്പിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടിയും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒക്കെ നമ്മുടെ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കേരള ടെക് അക്കാഡമി എന്ന് വെറുതെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ വന്നോളും. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഡയാക്ക് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ അൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിമ്പിൾ നമ്മൾ സ്കീമാറ്റിക്സിൽ വരയ്ക്കുന്ന സിമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവും ഇത് ബൈ ഡയറക്ഷണൽ ആയിരിക്കും ഈ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു സ്വിച്ചാണ് ഡയാക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ട്രയാക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയാക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ആർ 3 ടെർമിനൽ ഉണ്ടായിരുന്നു. അതേപോലെ എന്താണ് 3 ടെർമിനൽ എന്ന് പറയും. ഇവിടെ മീൻസ് ഇറ്റ് ബൈ ഡയറക്ഷനും ആയിരുന്നു. ഈ 3 ടെർമിനലിലെ 2 പവർ ടെർമിനലും ഒരു ഗേറ്റ് അല്ലെങ്കിൽ കൺട്രോളിങ് ടെർമിനലുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയാക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഗേറ്റ് ടെർമിനലില്ല, 2 പവർ ടെർമിനൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, നൗ എ ഡയാക്ക് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് തൈറിസ്റ്റർ ഫാമിലി. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് തൈറിസ്റ്റർ ഫാമിലി. ഇതാണ് നമ്മുടെ അതിൻ്റെ സിമ്പിൾ. ബൈ ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ അലൗവബിൾ ആണ്. ഓക്കെ, ബൈ ഡയറക്ഷണൽ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ബേസിക്കായിട്ട് തൈറിസ്റ്റർ ഫാമിലി 2 സ്റ്റേബിൾ സ്റ്റേറ്റുകളാണുള്ളത്. ഒന്ന് ഓഫ് സ്റ്റേറ്റും പിന്നെ ഓൺ സ്റ്റേറ്റും. ഇപ്പോൾ ഓൺ സ്റ്റേറ്റും രണ്ടും അറ്റൈൻ ചെയ്യും ഡയാക്ക്. ഓക്കെ, അതെങ്ങനെ അറ്റൈൻ ചെയ്യാമെന്ന് മീൻസ് എങ്ങനെയാണ് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് മാറാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 2 ഡയറക്ഷനിലും ഇതിൻ്റെ കറണ്ട് ഫ്ലോ പോസിബിൾ ആണ്. ഓക്കെ, അതായത് ആനോഡ് 1 ഉണ്ട്, ആനോഡ് 2 ഉണ്ട്, ആനോഡ് 1 ടു ആനോഡ് 2ഉം അതേപോലെ ആനോഡ് 2 ടു ആനോഡ് 1ഉം പോസിബിൾ ആണ്. ഓക്കെ, നൗ അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ബ്രേക്ക് ഓവർ വോൾട്ടേജ് അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ബ്രേക്ക് ടു അല്ലെങ്കിൽ വോൾട്ടേജ് സിമെട്രി എന്താണ്, ബ്രേക്ക് ഓവർ കറണ്ട്, അതേപോലെ ലോ പവർ ഡിസിപ്പേഷൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പറയാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ വേവ് ഫോം. ഈ ഒരു വേവ് ഫോം നമ്മുടെ ഡയാക്കിലൂടെ കടത്തിവിടുകയാണെങ്കിൽ the diac start to conduct a particular voltage, that is VBO. അതല്ലെങ്കിൽ we can say that is break over voltage. ഒരു പ്രത്യേക ബ്രേക്ക് ഓവർ വോൾട്ടേജ് നമ്മുടെ വോൾട്ടേജിന് ശേഷം മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം മാത്രമാണ് നമ്മുടെ ഡയാക്ക് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട് ആൻഡ് ദ വേവ് ഫോം വിൽ ബി ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ദ വേവ് ഫോം വിൽ ബി ഇങ്ങനെ ആയിരിക്കും. സോ ഈ വേവ് ഫോം ബോത്ത് ഡയറക്ഷനിലും അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനാണെങ്കിൽ പോസിറ്റീവ് VBO, അതേപോലെ ഇതും അതേ ഒരു മീൻസ് നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് VBO കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കണ്ടക്ഷൻ ഡയാക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ അത് കണ്ടക്ട് ചെയ്യില്ല. ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോവും. ഓക്കെ, സോ അതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഹാവ് വോൾട്ടേജ് സിമെട്രി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും മീൻസ് പോസിറ്റീവിലും നെഗറ്റീവും സെയിം സിമെട്രി ഉണ്ടായിരിക്കും. ഓക്കെ, ലോ പവർ ഡിസിപ്പേഷൻ ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 to 1 വാട്ടിൻ്റെ ഇടയിലാണ് ടിപ്പിക്കൽ ഡയാക്കുകളുടെ ഒരു പവർ ഡിസിപ്പേഷൻ റേഞ്ച്. മീൻസ് 1/2 വാട്ട് ഡയാക്ക് അല്ലെങ്കിൽ 1 വാട്ട് ഡയാക്കാണ് കൂടുതൽ നമ്മുടെ യൂസ് ചെയ്യുന്ന ഡയാക്കിൻ്റെ പവർ ഡിസിപ്പേഷൻ റേഞ്ച്. ഓക്കെ, നൗ
ഇതിൻ്റെ പി എൻ എന്ന് പറഞ്ഞാൽ 4 ബേസിക് ആയിട്ടുള്ള 4 ലെയറുകളാണ് ഉള്ളത്. 2 ടെർമിനലാണ് ഉള്ളത്. ഒന്ന് MT2ഉം ഒന്ന് MT1 എന്ന് പറഞ്ഞ വേറെ ടെർമിനലുകൾ. ഓക്കെ, അപ്പോൾ MT2ഉം MT1ഉം. ഓക്കെ, ഇപ്പോൾ വേറെ ദർ ഈസ് നോ കൺട്രോൾ ടെർമിനൽ ഇൻ ദിസ് ഡിവൈസ്. അതായത് ഇതിലൊരു ഗേറ്റ് ടെർമിനലോ അങ്ങനെ ഒന്നും ഇല്ല. ദർ ഈസ് നോ ഗേറ്റ് ടെർമിനൽ അല്ലെങ്കിൽ കൺട്രോളിങ് ടെർമിനൽ ഫോർ ദിസ് ഡിവൈസ്. അതായത് ഇതിൻ്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആയ VBO കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട്. ഓക്കെ, അപ്പോൾ അൺലൈക്ക് ട്രയാഗ് ദർ ഈസ് നോ ഗേറ്റ് ടെർമിനൽ ടു ദ ഡയാക്. ഓക്കെ, നൗ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ, ഡയാഗിൻ്റെ സ്ട്രക്ചർ. സേ T1 ഈസ് പോസിറ്റീവ്, അതായത് ടെർമിനൽ MT1 ഈസ് മോർ പോസിറ്റീവ് ദെൻ MT2 ആണെങ്കിൽ വാട്ട് ദ കറണ്ട് സ്റ്റാർട്ട്സ് ടു ഫ്ലോ ഫ്രം PN, അതായത് PN എന്ന് പറഞ്ഞ ജംഗ്ഷൻ ദെൻ ടു NP ദെൻ PN. അങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ലെയർ കൂടെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഇഫ് T2 ഇസ് മോർ പോസിറ്റീവ് ദൻ T1 അങ്ങനെയാണെങ്കിൽ ദ കറണ്ട് ഫ്ലോ ഫ്രം P to N to N പ്ലസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഡോപ്ഡ്. N മീൻസ് N എന്ന് പറഞ്ഞ ലെയർ ഇറ്റ് ഈസ് ഹൈലി ഡോപ്ഡ്. ഞാൻ പ്ലസും മൈനസിൻ്റെയും ഡിനോട്ടേഷനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതായിരിക്കും നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവുക. മീൻസ് കറണ്ട് എടുക്കുന്ന ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ലെയർ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി വെൻ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഇൻ എയ്തർ പൊളാരിറ്റി സ്മോൾ ലീക്കേജ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡിവൈസ്. ലൈക്ക് VBO എത്തണ വരെ ഒരു ചെറിയൊരു ലീക്കേജ് കറണ്ട് അത് കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു IV കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ VBO എത്തണ വരെ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. വൺസ് ഇറ്റ് റീച്ച് VBO ഇറ്റ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട് ആൻഡ് ദ കറണ്ട് ഷൂട്ട്സ്. ഓക്കെ, അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ after it start conducting it will be there will be a negative resistance characteristics. അതായത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുക. ഇൻക്രീസ് ഇൻ വോൾട്ടേജ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ദ കറണ്ട്. അതാണ് നമ്മുടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ഡയാക്ക് കാണിക്കും വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട്സ്. ഓക്കെ, നൗ ഇറ്റ് റിമെയിൻസ് ഇൻ കണ്ടക്ഷൻ അൺടിൽ ദ കറണ്ട് ത്രൂ ഇറ്റ് ഡ്രോപ്സ് ബിലോ ദ ഹോൾഡിംഗ് കറണ്ട് IH. അതായത് അതിൻ്റെ ഹോൾഡിംഗ് കറണ്ട് IHന് താഴെ വരണ വരെ ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ കണ്ടക്ഷൻ സ്റ്റേറ്റ്. അതാണ് നമ്മുടെ ഡയാക്കിൻ്റെ വേറൊരു പ്രത്യേകത. മോസ്റ്റ് ഡയാക്സ് ഹാവ് ദ ബ്രേക്ക് ഓവർ കറണ്ട് അറൗണ്ട് 30 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഒരു 30 വോൾട്ട് ആയിരിക്കും മോസ്റ്റ് ഡയാക്കിനും ഉണ്ടാവുന്ന ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിരിക്കും. ഡയാക്കിൻ്റെ മെയിനായിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാമ്പ് ഡിമ്മർ സർക്യൂട്ട്സ്, അതേപോലെ ഹീറ്റ് കൺട്രോൾ, യൂണിവേഴ്സൽ മോട്ടർ സ്പീഡ് കൺട്രോൾ, പിന്നെ നമ്മുടെ ട്രയാക്കിൻ്റെ ഗേറ്റ് പൾസ് കൊടുക്കാൻ ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഡയാക്ക് യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് triggering devices in triac. Diacs are used as triggering devices in triac for phase control applications. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡയാക്കിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഇസ് യൂസ്ഡ് ഫോർ ട്രിഗറിങ് ഓഫ് ട്രയാക്ക്? അത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? എന്താണ്? SCR ആണോ, FET ആണോ, മോസ്ഫെറ്റ് ആണോ? അല്ല, നമ്മുടെ ഡയാക്ക് ആണ് നമ്മുടെ ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ തൈറിസ്റ്റർ ക്യാൻ ബി termed as AC switch അല്ലെങ്കിൽ DC switch, either 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ സ്ക്വയർ വേവ് സ്വിച്ച്. എന്താണ് ഇതിൻ്റെ ഉത്തരം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തൈറിസ്റ്റർ ഈസ് എന്താണ്?
തൈറിസ്റ്റർ ഈസ് DC സ്വിച്ച്. പക്ഷേ ഡയാക്കോ നമുക്ക് പറയാം ഡയാക്ക് ഈസ് എൻ AC സ്വിച്ച്. ഓക്കെ, അപ്പോൾ തൈറിസ്റ്റർ ക്യാൻ ബി ടേംഡ് ആസ് എ DC switch. Okay, now the next question, which semiconductor power device out of which is not a current triggered device? അതായത് കറണ്ട് ട്രിഗറിങ് അല്ലാതെ നമ്മുടെ സെമി കണ്ടക്ടർ അല്ലാത്ത കറണ്ട് ട്രിഗേർഡ് ആയിട്ടല്ലാത്ത സെമി കണ്ടക്ടർ ഡിവൈസ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. തൈറിസ്റ്റർ ആണോ, GTO ആണോ, ട്രയാക്ക് ആണോ, മോസ്ഫെറ്റ് ആണോ? നമ്മുടെ തൈറിസ്റ്റർ ആണെങ്കിലും GTO ആണെങ്കിലും ട്രയാക്ക് ആണെങ്കിലും ഒക്കെ നമ്മുടെ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു സ്വിച്ച് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ മോസ്ഫെറ്റ് ആണ് മാത്രമാണ് ട്രാൻസിസ്റ്റർ ഫാമിലിയിൽ വരുന്നുള്ളൂ. അപ്പോൾ മോസ്ഫെറ്റ് ഈസ് എൻ വോൾട്ടേജ് ഡ്രിവൺ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രിഗേർഡ് ഡിവൈസ്. ബാക്കി മൂന്നെണ്ണം കറണ്ട് ഡ്രിവൺ ആണ്. അപ്പോൾ മോസ്ഫെറ്റ് ആണ് നമ്മുടെ ഉത്തരം. നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഡയാക് ഹാസ് ഡാഷ് PN ജംഗ്ഷൻ. എത്ര PN ജംഗ്ഷൻ ആണ് നമ്മുടെ ഡയാക്കിൽ? ഞാൻ പറഞ്ഞു ഇറ്റ് ഹാസ് 4 layers ആൻഡ് therefore ഇറ്റ് വിൽ ബി ഹാവിങ് എത്ര ജംഗ്ഷൻസ് മെയിനായിട്ട്? ഇറ്റ് വിൽ ബി ഹാവിങ് 2 ജംഗ്ഷൻസ്, റൈറ്റ്? ഇറ്റ് വിൽ ബി ഹാവിങ് 2 ജംഗ്ഷൻസ്. ഡയാക്കിനെ കുറിച്ച് പഠിച്ചിരുന്നു. വൈ SCR ഈസ് കൺസിഡർഡ് ടു ബി എ സെമി കൺട്രോൾഡ് ഡിവൈസ്? വൈ SCR ഈസ് കൺസിഡർഡ് ടു ബി എ സെമി കൺട്രോൾഡ് ഡിവൈസ്? ഓപ്ഷൻ എ, ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ഓൺലി ഡ്യൂറിങ് 1/2 സൈക്കിൾ ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വേവ്. അങ്ങനെയാണോ നമ്മുടെ SCR? അല്ല. ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ബട്ട് നോട്ട് ടേൺഡ് ഓഫ് വിത്ത് എ ഗേറ്റ് പൾസ്. റൈറ്റ്, അത് ശരിയല്ലേ? സോ യുവർ ആൻസർ ഈസ് വാട്ട്? ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ബട്ട് നോട്ട് ടേൺഡ് ഓഫ് വിത്ത് എ ഗേറ്റ് പൾസ്. അതാണ് നമ്മുടെ SCRൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാറ്റഗറീനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മുടെ GTO വന്നത്. ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓഫ് യൂസിങ് എ നെഗറ്റീവ് ഗേറ്റ് പൾസ്, GTO. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് GTOനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ബട്ട് നോട്ട് ടേൺഡ് ഓഫ് with a gate pulse. Now the sixth question, which of the following device does not belong to the transistor family? IGBT, MOSFET, GTO, BJT. GTO is a GTO belongs to the thyristor family and else others like IGBT, MOSFET, BJT, everything belong to transistor family. Okay, അപ്പോൾ നമ്മുടെ ഉത്തരം GTO. Now the seventh question, the device that does not have the gate terminal is gate terminal ഇല്ലാത്ത ഡിവൈസ് ഏതാണ്? ട്രയാക്ക് ആണോ, FET ആണോ, SCR ആണോ, ഡയാക്ക് ആണോ? യുവർ ആൻസർ ഈസ് ഡയാക്ക്. ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ് ഹാസ് ഓൺലി 2 terminals, that is MT1 and MT2, and there is no gate terminal for the diac. Now the 8th question, thyristor are not made using germanium because it is stable semiconductor. Group 5 elements cannot be doped with it. And third option, its current handling capacity is less than silicon. And the fourth option, it has high leakage current. So your answer is it has high leakage current. Germanium high leakage current. Germanium കൊണ്ട് thyristor ഉണ്ടാക്കിയാൽ it will have high leakage current. അതുകൊണ്ടാണ് it is not made up of germanium. Okay, now ninth question, how much semiconductor layers are there in diac? 3, 2, 4, none of the above. Your answer is what it is? Your answer is എത്ര സെമി കണ്ടക്ടർ ലെയേഴ്സ് ആണ് നമ്മുടെ ഡയാക്കിനുള്ളത്? ഇറ്റ് ഹാസ് 3 മെയിൻ ലെയേഴ്സ്. ഓക്കെ, നൗ ദ 10th question, the normal way to turn on a diac is by dash gate current, gate voltage, അതേപോലെ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, none of the above. The normal way to turn on a diac is ബൈ ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഞാൻ പറഞ്ഞിരുന്നു നോർമൽ ഡയാക്കിന് 30 വോൾട്ടൊക്കെയാണ് നമ്മുടെ റേഞ്ച് ഓഫ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവുക. അതിനുശേഷം ദ ഡയോഡ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട് ദ കറണ്ട്. So after the breakover voltage, the diac start to work like a normal closed switch. Now the 11th question, a diac is dash type of switch. Is an AC switch ആണോ അതോ DC switch ആണോ അതോ മെക്കാനിക്കൽ സ്വിച്ച് ആണോ? none of this ആണോ? So it is nothing but it is an AC switch. Why? It allow bidirectional current. So diac is an AC switch.
Now the 12th question, which of the following does not cause permanent damage to an SCR? High current, high rate of rise of current, high temperature rise, high rate of rise of voltage, high rate of rise of voltage, high rate of rise of current, അതേപോലെ ടെമ്പറേച്ചറും ഇതൊക്കെ ഇറ്റ് ഡാമേജസ്. അതൊന്ന് ഡി ഐ ബൈ ഡി ടി ആണ്, അത് ഡി വി ബൈ ഡി ടി ആണ്, അത് ടെമ്പറേച്ചറാണ്, ജംഗ്ഷനൊക്കെ ഡാമേജ് ചെയ്യും. ബട്ട് ഹൈ കറണ്ട് ഇറ്റ് ഡസൻ ഡാമേജ് ദ എസ് സി ആർ. Okay, now so your answer is first one. Okay, high current. Now the 13th question, current in SCR to turn on transients can be reduced by, current in SCR to turn on transients can be reduced by അതായത് നമ്മുടെ കറണ്ട് ഇൻപുട്ട് കറണ്ട്, അതായത് നമ്മുടെ എസ് സി ആർ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ട്രാൻസിയൻസ് എങ്ങനെ കുറയ്ക്കാം, നമ്മുടെ ട്രാൻസിയൻസ് എങ്ങനെ കുറയ്ക്കാം? ബൈ ആഡിങ് അല്ലെങ്കിൽ കണക്റ്റിംഗ് എ സ്മോൾ ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് ദ anode. Okay, your answer is option A, connecting a small inductor in series with the anode. അല്ലേ? അപ്പോൾ ഇൻഡക്ടർ പ്രോപ്പർട്ടി എന്താ? റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ കറണ്ട്, സഡൻ ചേഞ്ച് ഇൻ ദ കറണ്ട്. സോ അപ്പോൾ ട്രൈ ടു മേക്സ് നമ്മുടെ ഡി ഐ ബൈ ഡി ടി കുറയ്ക്കാൻ നോക്കും. റൈറ്റ്. നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 14th, ദ മെയിൻ റീസൺ ഫോർ കണക്ടിങ് എ പൾസ് ട്രാൻസ്ഫോമർ അറ്റ് ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഓഫ് ദ തൈറോസ്റ്റർ ട്രിഗറിങ് സർക്യൂട്ട് ഈസ് ഫോർ അല്ലെങ്കിൽ ഈസ് ഓഫ്. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ തൈറിസ്റ്ററിൻ്റെ ഗേറ്റ് പൾസിൽ കൊടുക്കുന്ന സർക്യൂട്ടിന് മുന്നേ പൾസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടു ഐസൊലേറ്റ് ദ ഗേറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ കൺട്രോളിങ് സേ യു ഹാവ് എ തൈറിസ്റ്റർ, say you have a gate circuit here, you have an power circuit here, power circuit and your gate circuit. ഈ ഗേറ്റ് സർക്യൂട്ടിനെയും അതേപോലെ പവർ സർക്യൂട്ടിനെയും ഐസൊലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൾസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി യുവർ ആൻസർ? ആംപ്ലിഫൈ ദ പവർ ഓഫ്, provide electrical isolation, avoid turn on time of. So your answer is provide electrical isolation to the circuit. Now which of the following device exhibit negative resistance region? That is nothing but UJT. UJT ആണ്. It exhibits a negative resistance region. Now a diac is simply dash a single junction device, a three junction device, a triac without gate terminal. Right? A triac without gate terminal ആണ് നമ്മുടെ diac എന്ന് പറയുന്നത്. Now your 17th question, triac is like a bidirectional SCR, a four terminal device, not a thyristor. Answer 1 and 2. So your answer is nothing but like a bidirectional SCR. Means it triac allows both the direction of current flow, so it is an AC switch and you have a എന്താണ് നിങ്ങൾക്കൊരു കൺട്രോളിങ് ടെർമിനലായ ഗേറ്റ് ടെർമിനലും നമ്മുടെ ട്രാക്കിനുണ്ട്. സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ബൈ ഡയറക്ഷണൽ SCR. നൗ 18th question, എ ട്രയാക് ഹാസ് 3 terminals. വിച്ച് ആർ ദേ? അപ്പോൾ ട്രാക്കിന് 3 ടെർമിനലുകളാണുള്ളത്. അത് ഏതൊക്കെയാണ്? നത്തിങ് ബട്ട് ഇറ്റ് ഈസ് കാത്തോഡ്, ആനോഡ് ആൻഡ് ഗേറ്റ്. ഓക്കെ. Now 19th question, a triac is equivalent to 2 SCRs. 2 SCRൻ്റെ എങ്ങനെയാണ് ഹൗ ദിസ് ലൈക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ ഇക്വലൻസി എന്ന് പറയാം? 2 SCR ഇൻവേഴ്സ് പാരലൽ ഡയറക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ട്രയാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. നൗ 20th question, the VI characteristics for a triac is in the first and third quadrants are essentially identical to those of dash in its first quadrant. The VI characteristics of triac in the first and third quadrants are essentially identical to those of dash in first quadrant. ഒന്നുമില്ല, നമ്മുടെ SCRന് ഐഡൻറ്റിക്കൽ ആണ്. അല്ലേ? നമ്മുടെ ട്രയാക്കിൻ്റെ എന്താണ്? ട്രയാക്ക് ഇതാണ് നമ്മുടെ ട്രയാക്കിൻ്റെ VI കാര. Right? VI cara
മീൻസ് ഐ വി കാര. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മുടെ എസ് സി ആറിൻ്റെ ഐ വി കാരാണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇത് എസ് സി ആറിൻ്റെ സെയിം ഐഡൻറ്റിക്കലാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ ഈ നമ്മുടെ ട്രയാക്ക് എന്ന് പറയുന്നതും. സോ യുവർ ആൻസർ ഈസ് നത്തിങ് ബട്ട് എസ് സി ആർ. Now, the 21st question, a triac passes which of the following half cycle to load? A triac passes which of the following half cycle to the load? Only positive, only negative, both positive and negative, none of the above. അപ്പോൾ എന്താണ് നമ്മുടെ ട്രയാക് ക്വസ്റ്റ്യൻ? ഇതാണ്, ട്രയാക് പാസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാഫ് സൈക്കിൾസ് ടു ദ ലോഡ്. രണ്ട് ഹാഫ് സൈക്കിളും നമ്മുടെ ട്രയാക്ക് പാസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. സോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ്, റൈറ്റ്. നൗ എ ഡയാക് ഹാസ് ഡാഷ് ടെർമിനൽസ്. ഡയാക്കിന് എത്ര ടെർമിനലുണ്ട്? ദർ ആർ 2 terminals, that is MT1 and MT2. Okay, now triac has dash semiconductor layers. ട്രയാക്കിന് എത്ര സെമി കണ്ടക്ടർ ലെയർ ഉണ്ട് നമ്മുടെ ട്രയാക്കിന്? യുവർ ട്രയാക് ഹാസ് basically 5 semiconductors layers. ബട്ട് നമ്മുടെ പി എസ് സിക്കൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം അവർ 4 എന്നും പറയും. അപ്പോൾ ബി എസ് സിക്ക് എഴുതുകയാണെങ്കിൽ 4 ടിക്ക് ചെയ്യുക. ബേസിക്കലി ഇറ്റ് ഹാസ് 5 semiconductor layers. ഞാൻ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 24ാമത്തെ ചോദ്യം, തൈറിസ്റ്റർ ആസ് എ സോളിഡ് സ്റ്റേറ്റ് റിലേ ഇസ് യൂസ്ഫുൾ. Option A only for AC control, option B only for DC control, both AC and DC, none of the above. So your answer is nothing but it is the solid state relay is useful. Thyristor as a solid state relay is useful only for DC control. Okay, now 25th question, which one of the following is used as the main switching element in a SMPS operating, that is 20 kilohertz to 100 kilohertz. അപ്പോൾ ആ ഒരു റേഞ്ചിൽ യൂസ് ചെയ്യാവുന്ന സ്വിച്ചിങ് എലമെൻ്റ് ഏതാണ്, അല്ലെങ്കിൽ സ്വിച്ച് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൈറിസ്റ്റർ ആണോ, മോസ്ഫെറ്റ് ആണോ, ട്രയാക്ക് ആണോ, യു ജെ ടി ആണോ? അപ്പോൾ ഞാൻ തൈറിസ്റ്ററിൻ്റെയൊക്കെ റേഞ്ച് ഞാൻ പറഞ്ഞു തന്നു. 2 ടൈപ്പ് ഓഫ് തൈറിസ്റ്ററൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കേൾക്കാത്തവർ ക്ലാസ്സായിട്ട് കേൾക്കുക. അപ്പോൾ എത്ര ഫ്രീക്വൻസി വരെ മാക്സിമം യൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് ക്യാൻ ബി യൂസ്ഡ് in the range of 20 kilohertz to 100 kilohertz. Now the 26th question, the most suitable device for high frequency inversion in SMPS is, അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ BJT ഉണ്ട്, IGBT ഉണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്, അതേപോലെ GTO ഉണ്ട്. So your answer, the most suitable device for high frequency inversion in SMPS is nothing but MOSFET. ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ് നമ്മൾ ബാക്കിൽ ഇപ്പോൾ കണ്ടത്. സോ സെയിം അതിൻ്റെ ഒരു വേറെ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമാണ് ഈ 26ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. Now 27th question, on state voltage drop across thyristor used in 230 volt supply system is of the order എത്രയാണ്? അതായത് ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്, തൈറിസ്റ്ററിൻ്റെ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ്? 1 to 1.5 വോൾട്ടാണ് അതിൻ്റെ റേഞ്ച് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് എ thyristor used in 230 volt supply system. Now 28ാമത്തെ ചോദ്യം, in a thyristor ratio of latching current to holding current. ഞാൻ പറഞ്ഞിരുന്നു ലാച്ചിങ് കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ, ഹോൾഡിംഗ് കറണ്ടിൻ്റെ വാല്യൂ ആയിരിക്കും കുറവ്. സോ കൂടുതൽ ഡിവൈഡഡ് ബൈ കുറവ് എന്തായാലും മീൻസ് ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ യു വിൽ ഗെറ്റ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. സോ നിങ്ങൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 0.4ഉം 2.5ഉം ആണ് ഓർത്തിരിക്കേണ്ടത്. സോ ഇഫ് ലാച്ചിങ് കറണ്ട് ടു ഹോൾഡിംഗ് കറണ്ട് ചോദിച്ചിരിക്കണമെന്ന് വെച്ചാൽ യുവർ ആൻസർ ഈസ് 2.5. ഇഫ് ഇറ്റ് ഈസ് ആസ്ക് ലൈക്ക് holding current to latching current ആണെങ്കിൽ your answer should be 0.4. Okay, now ഇതിൻ്റെ ഉത്തരം 2.5 ആണ്. Now 29th question, the
the snubber circuit is used in thyristor circuits for triggering phase shifting, di by dt protection, dv by dt protection. അപ്പോൾ സ്നബ്ബർ സർക്യൂട്ട് ബേസിക്കലി തൈറസ്റ്റർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, സ്നബ്ബർ സർക്യൂട്ട്. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 30th question. If the anode current is 800 amps, then the amount of current required to turn off the GTO is 20 amps ആണോ, 600 amps ആണോ, 400 amps ആണോ, 200 amps ആണോ? Your answer is 200 amps. ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നു, ജി ടി ഒ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പൾസ് നമ്മുടെ ഗേറ്റിൽ കൊടുത്താൽ യു ക്യാൻ ടേൺ ഓഫ് ദാറ്റ് തൈറിസ്റ്റർ എന്നാണ്. അതാണ് ജി ടി ഒൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. ബട്ട് ദി കറണ്ട് ഇൻജക്റ്റഡ് ടു ദ ഗേറ്റ് ഷുഡ് ബി ലൈക്ക് 1/4 of the current passing through the പവർ സർക്യൂട്ട്. അപ്പോൾ പവർ സർക്യൂട്ടിൽ പാസ് ചെയ്യുന്ന കറണ്ട് 800 amps ആണെങ്കിൽ നിയർലി ഇറ്റ് ഷുഡ് ബി 1/4 of the current of the power circuit. സോ 800 ആംപിയറിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് വെച്ചാൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഗിവ് 200 ampere, that is negative pulse, to the GTO, the gate terminal of the GTO. So your answer is 200 amps. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെഷൻ മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഇതിന് റിലേറ്റഡ് എന്ത് ചോദിച്ചാലും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഉത്തരം പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ്, 30 seconds ഒന്നും വേണ്ട, വെറും 2-3 seconds നിങ്ങൾ കണ്ടുടനെ കുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.